ഡോർ ബെല്ലിന്റെ സൗണ്ടിനെ ഡിങ് ഡോങ് എന്ന് പറയും. ടേബിൾ ടെന്നീസിന്റെ ബോളിനെ പിങ് പോങ് എന്ന് പറയും. കേസ് ഫടാഫട്ട് ക്ലോസ് ചെയ്യുന്ന ആളിനെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ട് എന്ന് പറയും. കാലക്കി സാറേ, എന്തൊരു പഞ്ച് ഡയലോഗ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഏതായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ നീ എനിക്കൊരു കാര്യം പറയടാ മൊട്ടത്തലിയ. ഇവിടെ ഇരുന്ന് ഇതൊക്കെ നീ എങ്ങനെയാ ചെയ്യുന്നത്? എന്താ നിന്റെ പ്ലാൻ? ദിവസം നന്നായിട്ട് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. നീ ആണെങ്കിൽ കൊഴുത്തു പോയല്ലോടാ. സാർ ഇപ്പൊ ചോദിച്ചിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇപ്പോഴും സമയമുണ്ട്. നീ മറച്ചു വെച്ചിരിക്കുന്ന ആ റോക്ക് മോൺസ്റ്റർ എവിടെയാണെന്ന് പറ. അതുപയോഗിച്ചല്ലേ നീ ഈ സൺസിറ്റി മുഴുവനും അമ്മാരമാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചോദിച്ചത് കേട്ടില്ലടാ ക്രിമിനൽ 911. എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ റോക്ക് മോൺസ്റ്റർ വെച്ച് കളിക്കാൻ പോവുകയാണ്. സൺസിറ്റി എടുത്തിട്ട് അമ്മാനമാടാൻ പോവുകയാണ്. ജയിലിന്റെ 4 ചുവരിനകത്ത് കിടന്ന് നീ ചാടുന്നു അല്ലേ? രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. നീ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനും പറ്റില്ല. നിന്നെ കൊണ്ട് ഈ സൺസിറ്റിയെ ഭരിക്കാനും പറ്റില്ല. എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ അവൻ അകത്ത് വരാൻ പറ്റും. അവൻ തീർച്ചയായും വരും. അവൻ വന്നേ പറ്റൂ. ട്വിങ്കിൾ, ഡോഡോ, വേഗം വാ. എത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാച്യൂനടുത്തെത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന് ഈ റേസ് ജയിക്കാൻ പറ്റില്ല. ഈ റേസില് നിങ്ങൾ 3 അല്ല, മറിച്ച് ഞാനും എന്റെ ഗ്യാങ്ങാണ് ജയിക്കാൻ പോകുന്നത്. എടാ, നീ ഇപ്പൊ ചെയ്ത കാര്യത്തിന് 1 വേർഡിൽ എന്താ പറയാന്നറിയോ? ചീറ്റിംഗ്. തണുക്കുമ്പോൾ നമ്മൾ ഇടുന്നത് സ്വെറ്റർ. ടോണി ബോസ് ചീറ്റർ. ടോണി ഈ റേസിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നതാണ്. ഷെടാ, ഇത് കുഴപ്പമായല്ലോ. ടോണിയും റോൾ നമ്പർ 410യും അവരങ്ങ് പോയി. അവര് ഈ റേസിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് അവര് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇനി ഈ റേസിൽ നമുക്ക് ജയിക്കാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. കണ്ടോ, നമ്മൾ എല്ലാവരും എത്ര പിന്നിലാണെന്ന് കണ്ടോ? ധൈര്യമില്ലാത്തവർ മാത്രമാണ് റേസിൽ തോൽക്കുന്നത്. ധൈര്യമുള്ളവർ അവർ തീർച്ചയായും റേസിൽ ജയിക്കും. ഇത് നമ്മുടെ ധൈര്യം കാണിക്കേണ്ട സമയമാണ് കൂട്ടുകാരെ. തോറ്റു പിന്മാറരുത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. പകുതി വഴി പോലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കിക്കോയും ഗ്യാങ്ങും എവിടെയാണെന്ന് പോലും നമുക്ക് അറിയില്ല. പറഞ്ഞത് ശരിയാണ് ടോണി ബോസ്. നമ്മളിപ്പോ അവരെക്കാളും മുന്നിലാണ്. ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ടിങ്കിളും ഡൂഡോയും നമ്മുടെ പുറകിൽ തന്നെയാണ്. ഒരു പ്രശ്നമില്ല. ഡോഡോ ഇപ്പോഴും നമ്മുടെ പുറകിൽ തന്നെയാണ്. ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇപ്പൊ നമ്മളാണ് എല്ലാരെക്കാളും പിന്നിലായി പോയത്. നമ്മുടെ കണക്കിലൊരു തെറ്റുപറ്റി. ടോണി ബോസ് ഇപ്പൊ തോറ്റുപോയി. ഇപ്പൊ പറയടാ, ഈ ടോണിയോട് കയറി കളിച്ചാ എന്താ സംഭവിക്കാന്ന് അറിയാലോ? വേഗം വാ, അല്ലെങ്കിൽ ടോണി ബോസ് ഇങ്ങോട്ട് നോക്കിക്കേ.
രക്ഷപ്പെടാൻ എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. നമുക്കെല്ലാവർക്കും ഷോർട്ട് കട്ടിൽ പോയേക്കാം. അവര് 3 പേരെക്കാളും ആദ്യം നമ്മൾ അവിടെ ചെന്നെത്തും. ബിസ്ക്കറ്റിന്റെ ഷോർട്ട് ഫോം ബിസ്കി എന്നാണ്. ടോണി ബോസ്, ഈ വഴി ഭയങ്കര റിസ്കിയാണ്. കിക്കോ, ട്വിങ്കിൾ, ഡോഡോ, ഇവരെ തോൽപ്പിക്കാനായി ഞാൻ ഏത് റിസ്കും എടുക്കാൻ തയ്യാറാണ്. വരിനടാ. ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ് ഈ സ്ഥലം? മറ്റുള്ളവരോട് ടോണി ബോസിന് പകയാണ്. ഇത് ടോണി ബോസിന് പതുങ്ങാനുള്ള ഗുഹയാണ്. ഗുഡ് ഐഡിയ. നോക്കൂ ടോണി ബോസ്, ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളുടെ ശില്പങ്ങളാണുള്ളത്. ഓൾറെഡി അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ രാക്ഷസന്മാരെ കാണുമ്പോ നിനക്ക് എന്റെ ബന്ധുക്കാരെ പോലെ തോന്നുന്നുണ്ടോടാ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങ് ഇടിച്ച് തെറിപ്പിക്കാനാ തോന്നുന്നേ. ഇതുപോലെ ഒരു പഞ്ച് വിടാൻ തോന്നുന്നു. ഇങ്ങനെ 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 ഇങ്ങനെ. ടോണി ബോസ്, ഇത് കൈകൊണ്ട് ഇടിക്കേണ്ട സമയമല്ല, കാലുകൊണ്ട് ചവിട്ടേണ്ട സമയമാണ്. ഒരുപക്ഷെ നമ്മൾ റേസിൽ തോറ്റുപോയാൽ പിന്നെ അടുത്ത 7 ദിവസത്തേക്ക് കീക്കോ, ടിങ്കിൾ, ഡോഡോ ഇവർ പറഞ്ഞതെല്ലാം നിങ്ങൾ കേൾക്കേണ്ടി വരും. വാ, നമുക്ക് വേഗം പോകാം. കല്ലുകളെല്ലാം പൊട്ടി തരിപ്പണമായി. ഇതുപോലെ നമ്മളും തവിട് പൊടിയാകുമോ? ഈ രാക്ഷസിന് ഇപ്പൊ ജീവൻ വെച്ചിരിക്കുക. ഒരു പ്രശ്നമില്ല, അവനെ ആരോ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുക. അവൻ എഴുന്നേറ്റെന്നാ തോന്നുന്നത്. എന്റെ ചെകുത്താൻ റോക്ക് മോൺസ്റ്റർ. ഇനി ആർക്കും എന്റെ കയ്യിൽ നിന്നും സൺസിറ്റിയെ രക്ഷിക്കാനാവില്ല. എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ടോണിയും അവന്റെ ഗാങ് 420യും സ്ലോ ആണ്. പക്ഷെ ഇതിനകം അവരെല്ലാരും ഇവിടെ എത്തിച്ചേരേണ്ടതാണല്ലോ. അതെ, അവന്മാര് ഭയങ്കര സ്ലോയാ. എന്നാലും അവരിവിടെ വന്ന് റീച്ച് ആവേണ്ട സമയം കഴിഞ്ഞല്ലോ. ഒരുപക്ഷെ ചാലഞ്ചിൽ തോറ്റുപോന്നുള്ള പേടി കൊണ്ട് ഒളിഞ്ഞതായിരിക്കും. എന്നാൽ അവന്മാർ എങ്ങോട്ടാ പോയത്? അത് തന്നെ ആയിരിക്കും സംഭവിച്ചത്. R7 ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. അതായത് അടുത്തെവിടെയോ അപകടമുണ്ടെന്നർത്ഥം. ഇത് ടോണിയുടെയും റോൾ നമ്പർ 420യുടെയും സൈക്കിൾസ് അല്ലേ? ഒരുപക്ഷെ അവരാണ് അപകടത്തിൽ കുടുങ്ങിയത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സിഗ്നൽ ഇവിടെ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഈ വലിയ മല മാത്രമേ ഉള്ളൂ. വേഗം, അതിവേഗം R7 ഇന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടൻ അടി വന്നെത്തുന്ന ഹീറോ. ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഞാൻ പൊറുക്കില്ല. ഓക്കേ ബഡി, ഇപ്പോ നമുക്ക് ടോണിയെയും റോൾ നമ്പർ 420യെയും കണ്ടെത്തണം. സിഗ്നൽ ഇവിടുന്നാണ് വരുന്നത്. നമുക്ക് ഫോർമുല നമ്പർ 142 അപ്ലൈ ചെയ്യണം. സ്പീഡോ ചെയ്യും വാട്ട് യൂസ്. അവരെ 3 ആളെയും തേടി കണ്ടെത്താം യൂസിംഗ് മൈ എക്സ്റേ വിഷൻ.
ഓക്കേ ബഡി, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ചെല്ല്. റോക്ക് മോൺസ്റ്റർ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. Let's get Rock Monster on his knees. Here comes Super Speedo picking up speed. We are always in the lead. We gotta save them in one piece. Go, go, run, let's escape now. Let's go, friends, no need to wait now. Rock Monster's learned his lesson. Let's leave him to his fate now. എന്റെ ദൈവമേ, ജസ്റ്റ് മിസ്സിലാ നമ്മൾ രക്ഷപ്പെട്ടത്. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ടീച്ചർ നിന്നോട് പറഞ്ഞതല്ലേ, പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് പോവാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടല്ലോ. മാനത്ത് മേഘങ്ങളുടെ സെറ്റാണ്, ടോണി ബോസിന് വട്ടാണ്. നമ്മുടെ ഭാഗ്യം, ആ റോക്ക് മോൺസ്റ്റർ പാറക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താവുന്ന് പറയാൻ പറ്റില്ല. സബാഷ് എന്റെ പ്രിയപ്പെട്ട റോക്ക് മോൺസ്റ്റർ, വേഗം വാ. വന്ന് നിന്റെ ഈ ഡോക്ടർ ക്രേസിയെ ഈ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകൂ. ആദ്യത്തെ ഗേറ്റ് ചെക്ക്, സെക്കൻഡ് ഗേറ്റ് ചെക്ക്, എല്ലാ ഗേറ്റ്സിലും സെക്യൂരിറ്റി ചെക്ക്. ഓ മൈ ഗോഡ്, അതെന്താണ്? നീ എത്തിയല്ലേ എന്റെ പ്രിയപ്പെട്ട റോക്ക് മോൺസ്റ്റർ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. സൺ സിറ്റിയിലെ മഹാജനങ്ങളെ, നിങ്ങളുടെ പുതിയ കിങ്ങിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരിക്കൂ. മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. R7 വീണ്ടും ബ്ലിങ്ക് ആവുന്നു. അടുത്തെവിടെയോ അപകടമുണ്ടെന്നർത്ഥം. സൺ സിറ്റി ജനങ്ങളെ, നിങ്ങളുടെ ഈ പുതിയ രാജാവിനെ സ്വാഗതം ചെയ്യില്ലേ നിങ്ങൾ? മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ ഈ റോക്ക് മോൺസ്റ്ററിനെ കൊണ്ട് സൺ സിറ്റി എടുത്തിട്ട് അമ്മാനമാടാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ആരെങ്കിലും രാജാവാകണമെങ്കിൽ അയാൾ വളരെ ഇന്റലിജന്റും അതുപോലെ വളരെ പവർഫുള്ളുമായിരിക്കണം. ആ
ക്വാളിറ്റീസ് എല്ലാം എനിക്കുണ്ട്. ഒരു പക്ഷേ ഇവിടെയുള്ള ആരെങ്കിലും എന്നെക്കാളും ഇന്റലിജന്റും എന്നെക്കാളും പവർഫുൾ ആണെന്നും തോന്നിയാൽ എങ്കിൽ അവർക്ക് എന്നോട് നേരിട്ട് ഏറ്റുമുട്ടാവുന്നതാണ്. നാളെ രാവിലെ ഈ കാണുന്ന സൺസിറ്റി ഗ്രൗണ്ടിൽ തന്നെ. മൈ നെയിം ഈസ് ക്രേസി, ഡോക്ടർ ക്രേസി. ഞാൻ എന്റെ ഈ റോക്ക് മോൺസ്റ്ററിനെ വെച്ചുകൊണ്ട് സൺസിറ്റിയെ തകിടം മറിക്കാൻ പോവുക. എനിക്ക് തോന്നുന്നത് എന്നോട് ഏറ്റുമുട്ടാൻ ഇന്നാരും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഈ ഡോക്ടർ ക്രേസി ആർക്കെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ ആ വരുന്നവൻ എന്നെക്കാളും വലിയ ക്രേസി ആയിരിക്കണം. എന്നോട് നേർക്ക് നേരെ ഏറ്റുമുട്ടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അതെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ ക്രേസി. എടാ പൊടിച്ചക്ക, നീ ഒരല്പം മാറി നിൽക്ക്. ഇതൊന്നും നിന്റെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് അല്ല, ഇത് യുദ്ധഭൂമിയാണ്. ഈ സ്ഥലം എന്നെ ചാലഞ്ച് ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. അതെ ഡോക്ടർ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ചാലഞ്ചർ. പൊടിച്ചക്ക, ഇത് ഫുട്ബോളും ക്രിക്കറ്റും പോലെയുള്ള കളിയല്ല. വലിയ വില്ലാതി വില്ലന്മാർക്ക് പോലും എന്നെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓർക്കണം. അങ്ങനെയുള്ളപ്പോൾ നിന്നെ പോലെ ഒരു കൊച്ചു ചെക്കൻ എങ്ങനെയാണ് അതൊക്കെ ചെയ്യാൻ പറ്റുക? മിസ്റ്റർ ക്രേസി, റോങ് എപ്പോഴെല്ലാം റൈറ്റിനെ നോക്കി ചാലഞ്ച് ചെയ്യുന്നു അപ്പോഴെല്ലാം റോങ് തോറ്റിട്ടേയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങളും തോൽക്കാൻ പോവാണ്. ആ ലോജിക് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ തോറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. വൺ വേർഡിൽ നിങ്ങൾ റോങ് ആണ്, കീക്കോ റൈറ്റ് ആണ്. നീ ശരിക്കും തോറ്റു. നീ ജയിക്കാൻ ഇനി നോ ചാൻസ്. കഷ്ടം തന്നെ. ഇന്ന് നിങ്ങളുടെ ഈ ലോജിക് ഫെയിൽ ആവാൻ പോവുകയാണ്. റോങ് റൈറ്റിനെ തോൽപ്പിക്കും. ഈ സിറ്റിയെ ഭരിക്കാൻ പോവുകയാണ് റോക്ക് മോൺസ്റ്റർ. ഈ പൊടിച്ചക്കനെ അങ്ങ് തട്ടി എറിഞ്ഞേക്ക്. വേഗം, അതിവേഗം R7 ന്ന് സൂപ്പർ സ്പീഡോ കാർ പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ, നമുക്ക് ഈ റോക്ക് മോൺസ്റ്ററെയും ഡോക്ടർ ക്രേസിയെയും തോൽപ്പിക്കണം. അല്ലെങ്കിൽ സൺ സിറ്റിക്ക് വലിയ അപകടമുണ്ടായി തീരും. ഓക്കെ ബഡി. This is solid, boss. Let's go for a toss. Where the heads, where the tails, there is always his loss. Yo, check this out. Let's see what Rock Monster's all about. Let's go protect Sun City's crowd. It's the end of Dr. Crazy without a doubt. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 313 അപ്ലൈ ചെയ്യ്. ഫോർമുല നമ്പർ 313 ആക്ടിവേറ്റഡ്. അവരുടെ ആയുധം അവരിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. കളി ഒരുപാട് കൂടിപ്പോയി. ഒറ്റയടി കൗമാരുടെ കഥ തീർക്ക്. മിസൈൽ അറ്റാക്ക്. സൂപ്പർ സ്പീഡോ, ഈ മിസൈല് വിടാതെ നമ്മുടെ പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് ഗൈഡഡ് മിസൈൽ ആണ്. വേഗം ഓടി രക്ഷപ്പെടണം. എന്നുവെച്ചാൽ നമ്മളെ അത് അറ്റാക്ക് ചെയ്യാത്തത് വരെ നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കും. എന്റെ ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ അവസാനത്തെ ദിവസം തോന്നുന്നു. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാനിപ്പോ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ. രക്ഷപ്പെടാൻ ഇപ്പം ഒറ്റ മാർഗമേ ഉള്ളൂ. ഡോക്ടർ ക്രേസി നിൽക്കുന്നിടത്തേക്ക് തിരിച്ചു ചെല്ലണം. അവനെ കണ്ട് തോറ്റും സമ്മതിക്കാനോ? റൈറ്റ് എപ്പോഴും റോങ്ങിന്റെ മുൻപിൽ തോറ്റു പിന്മാറില്ല. സൂപ്പർ സ്പീഡോ, യു ടേൺ.
ഇതിനകം എന്റെ റോക്ക് മിസൈൽ അവരെ തവിട് പൊടിയാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് ഞാൻ ഈ സൺസിറ്റിയുടെ രാജാവാണെന്ന് അനൗൺസ് ചെയ്യാൻ. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്റെ റോക്ക് മോൺസ്റ്റർ ടാങ്കിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് നീ അങ്ങ് ജയിച്ചെന്ന് കരുതണ്ട. ബാക്കി കളി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. റോക്ക് മോൺസ്റ്റർ, ആ പൊടിച്ചക്കന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യൂ. എന്റെ ദൈവമേ, വീണ്ടും ആ മോൺസ്റ്റർ പഴയതുപോലെ ആയല്ലോ. കീക്കോ, ഇതിന്റെ അർത്ഥം ആ റെഡ് ബോളിനെ ഉടനെ നശിപ്പിച്ചേക്ക്. ഡോക്ടർ ക്രേസി, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതാണ് ഞങ്ങളുടെ ഒരു രീതി. സാർ ആദ്യമായിട്ടാ ശരിയായിട്ട് ഒരു കാര്യം പറഞ്ഞ്. ഡോക്ടർ ക്രേസി തെറ്റുകൾ സമ്മതിക്കുന്നത് വരെ ഇയാൾ ജയിലിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് ചട്പട്ട അങ്കിൾ. ഡോക്ടർ ക്രേസി തെറ്റ് സമ്മതിക്കുന്നത് വരെ അദ്ദേഹം ഇരിക്കേണ്ട സ്ഥലം ജയിൽ തന്നെയാണ്. എന്നെ എത്ര തന്നെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടാലും ശരി, ഞാൻ ഒരിക്കലും മാറില്ല, മനസ്സിലായോ? കാരണം എന്റെ പേര് ക്രേസി, ഡോക്ടർ ക്രേസി. ഞങ്ങളുടെ ഈ സൺസിറ്റി തന്റെ തല്ലിപ്പൊളി അഭ്യാസങ്ങളെല്ലാം തവിട് പൊടിയാക്കി.